വില വർധനയുടെ ഏറ്റവും ഉയർന്ന ഒരു സംസ്ഥാനത്താണ്. എല്ലാ സാധനങ്ങൾക്കും തീ പൊള്ളുന്ന വിലയിൽ നാം എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ് ഒരു ഭവനം എന്നുള്ളത്, അല്ലേ? ഒരു മനുഷ്യൻ്റെ പുരുഷായുസ് മുഴുവൻ അധ്വാനിക്കുന്നതിൽ നിന്നാണ് ഒരു ഭവനം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലൊരു വീട് വെക്കുവാൻ കഴിഞ്ഞ ഒരു 5 വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം ചിലവ് ഓരോ സാധന മെറ്റീരിയൽസിനും കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പണിക്കാരുടെ ശമ്പളം, എല്ലാ കാര്യത്തിലും വളരെ വലിയ ഒരു വർധനവ് ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം ഒരു ധാരണ നാം അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ വീട് വയ്ക്കുന്നതിന് വേണ്ടി തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവമായിട്ടുള്ള ഭാഗം മതിലിൻ്റെ പണി, കിണറിൻ്റെ വർക്ക്, അതുപോലെ തന്നെ ഗേറ്റ്, മറ്റ് കാര്യങ്ങളെല്ലാം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ താബൂക്ക് ഇല്ലെങ്കിൽ സിമൻറ്റ് ബ്ലോക്കിലാണ് ഒരു വ്യക്തി വീട് വയ്ക്കുന്നതെങ്കിൽ ഏകദേശം 1900 ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ 1900 രൂപയ്ക്ക് മുകളിലോട്ടാകും വീട് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ ക്വാളിറ്റി കുറച്ച് സിമൻറ്റും കമ്പിയും ചെയ്യാമെന്ന് വിചാരിച്ചാലും പ്രിയപ്പെട്ടവർ 1900 രൂപ ഏകദേശം അപ്രോക്സിമേറ്റ് നിങ്ങൾ കണക്കി കൂട്ടിക്കൊള്ളുക. അതിന് മുകളിലോട്ടാവും വീട് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ താമസിക്കുന്നതിന് വേണ്ടി മറ്റ് സാഹചര്യങ്ങൾ, ഗേറ്റ്, മതിലിതൊന്നും ഉൾപ്പെടുത്താതെ വീട് നിർമ്മാണത്തിന് വേണ്ടി മാത്രം കേരളത്തിൽ ഏകദേശം ഇത്രയാവും. അത് ഇനി ചുടുകല്ലിലാണ് ചെയ്യുന്നതെങ്കിൽ 2100 മുകളിലേക്ക് സ്ക്വയർ ഫീറ്റ് ഏരിയ കൂടുതലാവും. ഇത് നാം ശ്രദ്ധിക്കുക. എൻ്റെ ബേസാണ്. പിന്നെ ഫ്രണ്ടിൽ തേക്ക്, മറ്റ് ടൈൽസിൻ്റെ കോസ്റ്റ് കൂടുതലാവുക. മറ്റ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇതിലും ഇരട്ടി ഇല്ലെങ്കിൽ ഇതിലും കൂടുതൽ കോസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. വീട് നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന മെറ്റീരിയൽസായ സിമൻറ്റ്, അതുപോലെ തന്നെ മണൽ, എം സാൻഡ്, പി സാൻഡ്, മെറ്റൽ, പാറപ്പൊടി തുടങ്ങിയവയ്ക്ക് ഏകദേശം എത്ര രൂപയാകും? ഞങ്ങളിന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ 2026 മെയ് മാസം, ആ മാസത്തിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയം എത്ര രൂപയാകും എന്നുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, സിമൻറ്റ് ഇന്ന് രാംകോ ആണെങ്കിൽ ഒരു പാക്കറ്റ് സിമൻറ്റ് ലൂസാണെങ്കിൽ, ലൂസ് മീൻസ് 25 പാക്കറ്റിന് താഴെയാണെങ്കിൽ 350 രൂപയാണ് ഒരു പാക്കറ്റ് സിമൻറ്റിൻ്റെ വില രാംകോ. ഇനി അൾട്രാടെക് ആണെങ്കിൽ ഒരു 10 രൂപയും കൂടെ അതിൽ കൂടുതലാവും. 1 കിലോ കമ്പിക്ക് ആവറേജ് 70 രൂപ, കുറഞ്ഞ കമ്പിക്ക് 65 രൂപ, 66 രൂപയ്ക്ക് കുറഞ്ഞ കമ്പി കിട്ടും. എന്നാൽ താരതമ്യം ഇച്ചിരിയും കൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പിയാണ് 70 രൂപ. ടാറ്റയുടെ കമ്പിയാണ് 85 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് വില എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളുടെ പേരൊന്നും പറയുന്നില്ലെങ്കിലും 70 രൂപ, 75 രൂപ അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾ 1 കിലോ കമ്പിയുടെ വില ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നിങ്ങൾ കണക്കൂട്ടുക 2026 മെയ് ജൂൺ മാസത്തെ. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളാണ് എം സാൻഡ്, എക്സ്ട്രാ ബോഡി എന്നുള്ള വ്യവസ്ഥ ഇന്ന് മാറ്റി ഇന്ന് നമുക്ക് കിട്ടുന്ന അത് പ്രത്യേകം. നിങ്ങൾ വണ്ടി ലോഡ് അടിക്കുന്ന സമയം ലോഡ് പലതരത്തിലുള്ള വണ്ടിയുണ്ട്. 1 ചതുരം വണ്ടി, 2 ചതുരം വണ്ടി, 4 ചതുരം വണ്ടി, അങ്ങനെ പല രീതിയിലുള്ള വണ്ടിയുണ്ട്. ചതുരം എന്ന് പറയുന്നത് 100 കുട്ടയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, 1 ചതുരം എന്ന് പറയുന്നത്. എന്നാൽ 1 ചതുരം വണ്ടി എന്ന് പറയുമ്പോൾ 1 ചതുരം കാണത്തില്ല, 90 കുട്ട മാത്രമേ കാണത്തുള്ളൂ. അത് പ്രത്യേകം കൊടുക്കുക. 2 ചതുരം വണ്ടി എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ബോഡി വെച്ച് വരുന്ന വണ്ടിയാണ് 2 ചതുരം വണ്ടി എന്ന് പറയുന്നത്. എന്നാൽ അത് 2 ചതുരം കാണത്തില്ല, 185 190 കുട്ട. അത് മാത്രമേ 185നും 190 കുട്ടയ്ക്കിടയ്ക്ക് മാത്രമേ 2 ചതുരം വണ്ടി എന്നും പറഞ്ഞ് നമുക്കതിൽ കിട്ടത്തുള്ളൂ. മറ്റ് വണ്ടികളുടെ സൈസ് ഇന്ന് ലഭ്യമായ, കാരണം ഇന്ന് എക്സ്ട്രാ ബോഡി എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇന്ന് ലോഡ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ അളവ് 145 കുട്ടയായിരിക്കും. 150 കുട്ട ഉള്ളതുകൊണ്ട് 160 കുട്ട CFT 160 CFT ലോഡ് കൊള്ളുന്ന വാഹനങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ അപ്രോക്സിമേറ്റ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന വണ്ടി 145 കുട്ട വണ്ടിയുടെ കണക്കായതുകൊണ്ട് ഒരു ലോഡ് എന്ന് പറയാൻ ഞാൻ അത് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പാറപ്പൊടിയും ഈ 20 mm മെറ്റലും 3/4 ഇഞ്ച് മെറ്റലും ഒരേ റേറ്റാണ്, 9500 രൂപ. ഓക്കെ, ഇനി 100-200 രൂപ ദൂരം ക്വാറി ഇല്ലെങ്കിൽ ക്രഷറിൽ നിന്നും ഇല്ലെങ്കിൽ യാർഡിൽ നിന്നും സൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് 100-500 രൂപയുടെ ഡിഫറൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി മറ്റൊരു വില, എം സാൻഡിൻ്റെ വില 11,500 രൂപ. അതുപോലെ തന്നെ പി സാൻഡിൻ്റെ വില 13,500 രൂപ. ഇനി ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനത്തിൻ്റെ വിലയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിൽ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഇതിൽ കുറഞ്ഞ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടാറുണ്ട്, പക്ഷേ അതിൻ്റെ ഗുണമേന്മ വളരെ ഇതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂശുന്നതിനാവശ്യമായ പി സാൻഡിൻ്റെ വില ഏകദേശം 14,000 രൂപ അപ്രോക്സിമേറ്റ് 145 കുട്ടയ്ക്ക് ഇന്ന് മാർക്കറ്റിൽ വിലയുണ്ട്. അതുപോലെ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് മണൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അരുവിക്കരയിൽ നിന്നൊക്കെ മണലിപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അരുവിക്കരയിൽ നിന്ന് മണൽ കിട്ടുമ്പോൾ 15,500 രൂപയാണ് ഒരു ലോഡ് മണലിൻ്റെ വില എന്ന് പറയുന്നത്. കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ കരിങ്കല്ലാണ് എന്നുണ്ടെങ്കിൽ ഒരു ലോഡിന്
ഈ നമ്മൾ പറഞ്ഞ ഈ വണ്ടിക്കാണെങ്കിൽ 150 കുട്ടികളുള്ള ഈ വണ്ടിക്ക് 145 കുട്ടികളുള്ള ഈ വണ്ടിക്കാണെങ്കിൽ 8,500 8,000 ഇല്ലെങ്കിൽ 8,500 രൂപയാണ് ഒരു ലോഡ് കരിങ്കല്ലിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സാധനങ്ങളുടെ വില ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്നതിനനുസരിച്ച്, മറ്റ് ഭൗതികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച്, രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ഇതിനെല്ലാത്തിനും അനുസരിച്ച് മെറ്റീരിയൽസിൻ്റെ വില കാലക്രമേണ വർദ്ധിച്ച് കൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലേ? കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പൈസ ഇല്ല, ഇപ്പോഴാണ് ഇത്രയും പൈസ ആയത്. ഇനി 1 വർഷം കൊണ്ട് കഴിയുമ്പോൾ വീണ്ടും വില വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ശമ്പളവും ഇതുപോലെ തന്നെ മേശരിമാരുടെ ശമ്പളവും കൂടും. 1000 രൂപ ശമ്പളം ഉണ്ടായിരുന്നവർക്ക് ഇന്ന് 1,300 രൂപയാണ് ശമ്പളം, മിനിമം ശമ്പളം, അല്ലേ? അന്യസംസ്ഥാന തൊഴിലാളികൾ പോലും 1,300 രൂപയ്ക്കാണ് ഇന്ന് ശമ്പളം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? പണിക്കാർ ശമ്പളവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,400 ശമ്പളം വാങ്ങുന്നുണ്ട്, 1,400, 1,200. ഹെൽപ്പർമാർക്ക് 1,200 രൂപ മിനിമം ശമ്പളമായി. അതുപോലെ ടൈൽസുകാരുടെ ശമ്പളം 1,600, 1,700 പേരായി. വെൽഡിങ്ങിൻ്റെ ആൾക്കാർ ഒരു ദിവസത്തിൻ്റെ ശമ്പളം 1,800 ഈ റേഞ്ചിലായി. അപ്പോൾ എല്ലാവരുടെയും ശമ്പളവും ഇങ്ങനെ ഇന്ന് കാലക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് നമുക്ക് ഇരുട്ടടി എന്നോണം പെർമിറ്റിൻ്റെ ഫീസ് കൂട്ടി, അതുപോലെ നമ്പർ എടുക്കുന്ന സമയത്ത് പിന്നെ ഒറ്റത്തവണ നികുതി എന്നുള്ള ടാക്സ്, വീണ്ടും നമ്പർ എടുക്കുന്ന സമയത്ത് 1000 സ്ക്വയർ ഫീറ്റിന് കൂടുതലുള്ള വീടുകൾ ആണെങ്കിൽ ലേബർ സെസ് എന്ന് പറയുന്ന ഒരു 10,000-10,000 രൂപ അതിന് മുകളിലോട്ടാവും. നമ്മുടെ വീടിൻ്റെ പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടി പഴയ റേറ്റും പുതുക്കിയ റേറ്റുമാണ് ഇപ്പോൾ നമ്മുടെ ചിത്രത്തിൽ കാണിക്കുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ ഏരിയകളിൽ ഒരുപാട് പൈസ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലേബർ സെസ് എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അടച്ച റെസിപ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കുള്ളത്, അല്ലെങ്കിൽ 100 സ്ക്വയറിന് മുകളിലേക്കുള്ള വീടുകളാണെങ്കിൽ അത് ലേബർ വെൽഫെയർ ഫണ്ടിൽ നിശ്ചിത തുക അടയ്ക്കേണ്ടതാകുന്നു. ഏകദേശം 10,000-ന് പുറത്ത് അപ്രോക്സിമേറ്റ് റേറ്റ് ആവും. അതായത് 10 ലക്ഷം രൂപയാണ് വീട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 10,000 രൂപ നമുക്കത് ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടതായിട്ട് വരും. അടുത്ത് നാം കാണുന്ന മറ്റൊരു സംഭവമാണ് ഒറ്റത്തവണ നികുതി എന്ന് പറയുന്നത്. ഇതും 100 മീറ്റർ സ്ക്വയറിന് മുകളിലേക്കുള്ള എല്ലാ വീടുകളിലും അടയ്ക്കേണ്ടതാകുന്നു. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ഒരു സ്ലാബ് റേറ്റും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് മറ്റ് റേറ്റുമാണ്. അതും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയനുസരിച്ച് അടയ്ക്കേണ്ടുന്ന തുകയ്ക്കും വ്യത്യാസം വരും. ഈ ഒരു ഒറ്റത്തവണ അടച്ച പേപ്പറുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്പറിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൈപൊള്ളുന്ന ഒരവസ്ഥയിലേക്കാണ് വീട് നിർമ്മാണം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച് ഉറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇടുക. കാരണം വീട് നിർമ്മാണം നമ്മൾ തുടങ്ങുമ്പോൾ മറ്റേത് ബിസിനസ്സിനേക്കാളും അല്ലെങ്കിൽ ഏത് കാര്യത്തെക്കാളും കൈ പൊള്ളുന്ന ഒരു സംഗതിയാണ് എന്ന് നാം ഓർക്കുക.